മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ FA കപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇന്ന് നടന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ല സ്പേഴ്സിനെ 2-1 പരാജയപ്പെടുത്തിയത്. അപ്പൊ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് സ്ട്രൈക്കറില്ലേ എന്ന് നിലവിളിച്ച് കയ്യും കാലും ഒക്കെ പിടിച്ചിട്ടാണ് ബയണിൽ പോയി മാത്യൂസ് ടെല്ലിനെ നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആൻഡ് പോസ്റ്റക്കോഗ്ലു മിനിമം ചെയ്യേണ്ടത് ടെല്ലിനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നത്തെ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ടെല്ലിനെ പിടിച്ച് ലെഫ്റ്റ് വിങ്ങിലിട്ട് സണ്ണിനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചു. ഇപ്പൊ കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് സണ്ണിന്റെ പെർഫോമൻസിനെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഒരു 1-on-1 ചാൻസ് ഒക്കെ സ്പേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സണ്ണ് ഡയറക്റ്റ് ആയിട്ട് എമ്മി മാർട്ടിനസിന്റെ കയ്യിലേക്ക് അത് അടിച്ചു കൊടുക്കുകയും ചെയ്തു. ഇത് മാത്രമല്ല, നിങ്ങൾ സ്പേഴ്സിന്റെ കളി കാണുകയാണെങ്കിൽ കണ്ണ് തുറന്നു വെച്ച് കാണണം. കാരണം കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഗോള് വരും. ഇവിടെ ഞാൻ TV ഓൺ ചെയ്തു, വെള്ളം കുടിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ 1-0 പിറകിൽ പോയി. കിൻസ്കിയുടെ മിസ്റ്റേക്ക് ആണ്. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് രാംസ്റ്റേ ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് അടിക്കുന്നു. വളരെ ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്റ്റ് ഷോട്ട് ആയിരുന്നു. പക്ഷെ കിൻസ്കി അത് ഗൈഡ് ചെയ്ത് പോസ്റ്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ അതല്ലേ പറ്റൂ. അതോടുകൂടി കളി തുടങ്ങുമ്പോഴത്തേക്കും 1-0 ലീഡിലേക്ക് വില്ല എത്തുകയും ചെയ്തു. ഇവിടെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ആൻജിബോൾ അതാണ്, ആൻജിബോൾ ഇതാ പ്രീമിയർ ലീഗ് മാറ്റിമറിക്കാൻ വേണ്ടി ഓസ്ട്രേലിയയിലെ താരമായിട്ടുള്ള ആൻജ് വരുന്നു. പുള്ളി എന്തിനാണ് അനാവശ്യമായിട്ട് പ്ലേയേഴ്സിനെ കൊണ്ട് ഇങ്ങനെ ഓടിപ്പിച്ച് പ്രസ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പ്രസ്സിംഗ് ഒക്കെ വളരെ വളരെ നല്ലതാണ്. അതൊരു ടീമായിട്ട് ചെയ്യണം, അതൊരു ഇൻഡിവിജ്വൽ സ്പോർട്ട് അല്ല. ഇവിടെ എമി മാർട്ടിനസിന്റെ ബോൾ കിട്ടുമ്പോൾ സണ്ണ് പോസ്റ്റിലേക്ക് ഓടിക്കയറുന്നു. എന്റെ പൊന്നും, ആ ഓട്ടം കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള സഹിക്കില്ല. കാരണം ഈ KSRT ബസ്സിന്റെ പിറകിൽ ഓടുന്ന ആൾക്കാരെ പോലെയാണ് സണ്ണ് ഓടുന്നത്. പക്ഷേ ലെഫ്റ്റ് വിങ്ങിൽ ഒരാൾ ഫ്രീ, റൈറ്റ് വിങ്ങിൽ ഒരാൾ ഫ്രീ. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഓടി പ്രസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വില്ല വളരെ കൂളായിട്ടാണ് ബോൾ മൂവ് ചെയ്യുന്നത്. കാരണം ഈ ഓടി പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ടീമായിട്ട് പ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഏക്കേഴ്സ് ഓഫ് സ്പേസ് അവർക്ക് മിഡ്ഫീൽഡിലുണ്ട്. പിന്നെ മിഡ്ഫീൽഡിന്റെ കാര്യം എടുത്തു പറയണം. കാരണം പുള്ളി പെഡ്രോ പോറോനൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്രോ റൈറ്റ് വിങ്ങിലൂടെ ഓടിക്കയറിക്കുക, ഒന്നും നോക്കണ്ട, എന്നിട്ട് പോസ്റ്റിന്റെ അടുത്ത് പോയി നിൽക്കുക. പുള്ളി ഡിഫൻഡർ ആണോ അല്ലെങ്കിൽ ഫോർവേഡ് കളിക്കുന്ന പ്ലെയർ ആണോ ഒന്നും അറിയത്തില്ല. കാരണം ഈ ഓപ്പർച്യൂണിറ്റി മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിഡ്ഫീൽഡിൽ വലിയ വലിയ ഹോളുകളുണ്ട്. ഈ അഗാധ ഗർത്തം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഹോളിലൂടെ ഏത് പ്ലേയേഴ്സിനും ഈസി ആയിട്ട് ഓടിക്കയറുകയും ചെയ്യാം. മിഡ്ഫീൽഡ് വളരെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പല പൊസിഷനിലും ബോൾ മിസ് ചെയ്യുന്നു. ഇവിടെ ബെൻറ്റങ്ങിന്റെ കയ്യിൽ നിന്നായാലും ബർഗ്വാളിന്റെ കയ്യിൽ നിന്നായാലും മിസ്റ്റേക്ക് വരുന്നു. അത് കഴിഞ്ഞാൽ വില്ലക്ക് ഒരൊറ്റ പാസ് കൊടുത്താൽ മതി, ഒരു ടെൻഷനും ഇല്ല. 1 പാസ് നമ്മളുടെ മൊത്തം മിഡ്ഫീൽഡ് ബൈപ്പാസ് ആയി. പിന്നെ സെന്റർ ബാക്കിന് ചെയ്യാൻ പറ്റുന്ന പുറകോട്ട് ഓടുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു മത്സര ഐറ്റമൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒളിമ്പിക്സിൽ ഗോൾഡൊക്കെ കിട്ടും. പുറകോട്ട് ഓടി പിടിക്കുക എന്നുള്ള ഒരു ടാർഗറ്റിലേക്കാണ് സ്പേഴ്സ് വരുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ വില്ലക്ക് കിട്ടിയിട്ടുള്ള 1-on-1 ചാൻസ്, ഞാൻ ഡിഫിക്കൽട്ടായിട്ട് പുറത്തുനിന്ന് അടിച്ചു കളഞ്ഞ കാര്യങ്ങളൊന്നല്ല, ഗോൾ കീപ്പറും പ്ലെയറും ആയിട്ടുള്ള 4-5 1-on-1 ചാൻസുകൾ ഇന്ന് വില്ലക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ രാംസയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു, ടിലമിൻസിന് ചാൻസ് ഉണ്ടായിരുന്നു, ബെയ്ലിക്ക് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള കിൻസ്കി ആ ഒരു ഗോളിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള 3-4 സേവ്സ് നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പുള്ളി ഇന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ കാണിച്ചിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫ് തന്നെ ഒരു 5 ഗോളൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യേണ്ട ചാൻസുകൾ വില്ലക്ക് ഉണ്ടായിരുന്നു. അത്രയ്ക്കും കിഡിലം ഓപ്പർച്യൂണിറ്റികൾ അവർ ക്രിയേറ്റ് ചെയ്തു. എല്ലാ ഓപ്പർച്യൂണിറ്റി നോക്കിയാലും നമ്മളെ മിഡ്ഫീൽഡേഴ്സ് ഒക്കെ ഇപ്പൊ തമ്മില് ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ എല്ലാവരും കൂടെ മിഡ്ഫീൽഡിൽ കൂടി നിൽക്കുന്നുണ്ട്. 2 സൈഡിലും വലിയ ഓട്ടങ്ങളാണ്. ഇതിലൂടെ ഈസി ആയിട്ട് ബോൾ പാസ് ചെയ്യാം. പിന്നെ ഡിഫൻഡേഴ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഡിഫൻഡേഴ്സ് അല്ലെങ്കിൽ ഫോർവേഡേഴ്സ്, മിഡ്ഫീൽഡ് നമുക്കില്ല. നമുക്ക് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് മിഡ്ഫീൽഡ് ഇല്ലല്ലോ. ഇങ്ങനെ പൊള്ളയായിട്ടുള്ള മിഡ്ഫീൽഡ് വെച്ചിട്ടാണ് ആൻഡ് സിസ്റ്റം കളിക്കുന്നത്. ഇത് കളി കാണാൻ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്, TV കാണുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സൈഡിൽ കൈ കെട്ടി നിൽക്കുന്ന ആൻഡ് പോസ്റ്റക്കോഗ്ലുവിന് ഇത് കാണുന്നില്ല, ഇത് മനസ്സിലാവുന്നില്ല. പുള്ളി പറയുന്നത് ഓൾ ഓർ നത്തിങ്, എല്ലാവരും ഓടിക്കയറിക്കോ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, കിട്ടിയാ കിട്ടി, പോയാ പോയി. പക്ഷേ ഡിഫൻസ് ഉണ്ടെന്നും മിഡ്ഫീൽഡ് ഉണ്ടെന്നും പുള്ളിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് കഴിഞ്ഞ കുറെ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിലാകെ 2 ചാൻസോ 3 ചാൻസോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. സണ്ണിനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പുള്ളി അത് ഡയറക്റ്റ് ആയിട്ട് അടിച്ചു കൊടുത്തു. പിന്നെ 1-2 ചാൻസുകൾ നമ്മൾ പുറത്തടിച്ച് കളഞ്ഞു. ഈ 3 ചാൻസുകൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളി മൊത്തം കൺട്രോൾ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ വില്ലേജാണ്. അവൻ ഒരു കോച്ചിന് കളി റീഡ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനുള്ള
ഒരു മിനിമം കോമൺ സെൻസ് വേണം, ഇല്ലെങ്കിൽ പുള്ളിയെ കോച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മിഡ്ഫീൽഡ് ഓവർലോഡ് ചെയ്യുകയാണെന്നും പ്രസ്സിങ് വർക്ക് ചെയ്യുന്നില്ല എന്നും പുള്ളിക്ക് കണ്ടിട്ട് എന്തുകൊണ്ടാണ് മനസ്സിലാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. റൈറ്റ്, ഈ ഇഞ്ചുറി ക്രൈസിസും കാര്യങ്ങളൊക്കെ പുറത്ത് നിൽക്കട്ടെ. ഇപ്പൊ ഇഞ്ചുറി ഉള്ള സമയത്തായാലും ഇഞ്ചുറി ഇല്ലാത്ത സമയത്തായാലും ബേസിക് പ്രസ്സിങ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ പുള്ളി അത് ചേഞ്ച് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം, മിഡ്ഫീൽഡിലേക്ക് ഒരു ഹെഡിനെ കൂടെ കൊണ്ടുവരിക, അല്ലെങ്കിൽ കുറച്ച് ഡീപ്പായിട്ട് കളിക്കാൻ പറയുക. ഇതൊരിക്കലും മനസ്സിലാവാത്ത ഒരു മനുഷ്യനാണ് പോസ്റ്റക്കോഗ്ലു. പിന്നെ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ എവേ ഫാൻസിന് അടുത്താണ്. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾ ചാൻറ്റ് ചെയ്യുന്നത് നമ്മൾ ടി വിയിലൂടെ വ്യക്തമായിട്ട് കേട്ടു. ഇനി ഗ്ലാസിന്റെ കൂട്ടിലിരുന്നിട്ട് ലെവി കേട്ടോ എന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ശക്തമായിട്ട് കേട്ടിട്ടുണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് വളരെ കൃത്യമായിട്ട് ലെവി ഔട്ട് ചാൻറ്റ് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. അത് മാത്രമല്ല, ഇനിയിപ്പോ ഒരു മാച്ചും കൂടെ ബാക്കിയുള്ളൂ. ഒരു വീക്കിൽ EFL കപ്പ് ഒന്ന് പുറത്തുപോയി, FA കപ്പ് ഒന്ന് പുറത്തുപോയി. ഈ വീക്കിൽ യൂറോപ്പ് ലീഗ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ മത്സരം കൂടി തീർത്ത് നമുക്ക് ഒന്നായിട്ട് കൂട്ടിക്കെട്ടി ഈ സീസൺ അങ്ങ് തീർക്കായിരുന്നു. പിന്നെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആരോ മുമ്പ് പറഞ്ഞതുപോലെ പഴയ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് പേര് മാത്രം മാറ്റിയാൽ മതി. കാരണം സെയിം പെർഫോമൻസുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് സ്പേഴ്സ് പെർഫോം ചെയ്തു. പക്ഷെ ഗോൾ അടിക്കാൻ നമ്മൾ മറന്നുപോയി എന്ന് പറയേണ്ടി വരും. ഭയങ്കര എനർജിയോടെ നമ്മൾ ബോൾ റൊട്ടേറ്റ് ചെയ്യുന്നു, പക്ഷെ ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അവസാനം ടെല്ലിന്റെ ഒരു കോൺസലേഷൻ ഗോൾ ഇഞ്ചുറി ടൈമിൽ വന്നു. അപ്പോഴത്തേക്കും ഇറ്റ് വാസ് ടു ലേറ്റ്. നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പോലും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ ഡിഫൻസീവ് മിസ്റ്റേക്കിൽ നിന്നാണ് രണ്ടാമത്തെ ഗോൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ പെഡ്രോ പോറോ ക്ലിയർ ചെയ്യേണ്ട ഒരു പന്തായിരുന്നു, പക്ഷേ പുള്ളി ഓഫ് ബാലൻസ് ആയി താഴെ വീണു. ഇത് മുതലാക്കിക്കൊണ്ട് ഇപ്പോൾ റോജേഴ്സ് അത് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെ 2-0 എന്ന ലീഡിലേക്ക് ആസ്റ്റൺ വില്ല എത്തുകയാണ്. പിന്നെ നമുക്കറിയാം കളി തീർന്നു, ഇനിയൊരു തിരിച്ചുവരവില്ല എന്നുള്ള കാര്യം അതോടുകൂടി വ്യക്തമായിരുന്നു. എന്തായാലും സ്പേഴ്സ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി വേഴ്സ്റ്റ് സീസൺ ആയിട്ട് ഈ സീസൺ മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആൻഡ് പോസ്റ്റക്കോഗ്ലുവിന്റെ ദിവസങ്ങൾ അടുത്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇങ്ങനെയാണ് പുള്ളി കളിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പ്രോഗ്രസ്സും കാണുന്നില്ല. പുള്ളി മിസ്റ്റേക്കുകൾ എല്ലാ മത്സരത്തിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.